ഇതെന്റെ അവസാന സന്ദേശവും വിൽപത്രവുമാണ്. ഈ സന്ദേശം നിങ്ങളിൽ എത്തിച്ചേരുമ്പോഴേക്കും ഞാൻ കൊല്ലപ്പെട്ടിരിക്കാം. ഈ വാക്കുകൾ നിങ്ങളിൽ എത്തിയാൽ ഇസ്രായേൽ എന്നെ കൊലപ്പെടുത്തി എന്നും എന്റെ ശബ്ദം ഇല്ലാതാക്കുന്നതിൽ അവർ വിജയിച്ചിരിക്കുന്നുവെന്നും മനസ്സിലാക്കുക. ഇസ്രായേൽ കൊലപ്പെടുത്തിയ 5 മാധ്യമപ്രവർത്തകരിൽ ഒരാൾ, ഗാസയിലെ ഇസ്രായേലിന്റെ ക്രൂരത ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്ന അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകൻ അനസ് അൽ ഷെരീഫിന്റെ അവസാനത്തെ സന്ദേശമായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞത്. താൻ കൊല്ലപ്പെട്ടാൽ ലോകത്തോട് അറിയിക്കാൻ അയാൾ നേരത്തെ എഴുതി തയ്യാറാക്കിയ കുറിപ്പിലെ ഒരു ഭാഗം. അനസിന്റെ ആ കുറിപ്പ് സുഹൃത്ത് അദ്ദേഹത്തിന്റെ മരണാനന്തരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അത് ലോകം മുഴുവൻ ഇപ്പോൾ കണ്ണീരോടെ, ആത്മരോഷത്തോടെ, വല്ലാത്തൊരാഘാതത്തോടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. പട്ടിണി കിടന്ന് മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ, സ്ത്രീകളുടെ, മനുഷ്യരുടെ ആകെ വേദനകൾ പുറം ലോകത്തെത്തിച്ചത് അനസിന്റെ റിപ്പോർട്ടുകളിലൂടെ കൂടിയായിരുന്നു. ഗസയിൽ അകപ്പെടുന്ന ഓരോ മനുഷ്യനും ഒരേ ഒരു ഐഡന്റിറ്റിയേ ഉള്ളൂ, ഇസ്രായേലിന്റെ ഇര. ആ ഐഡന്റിറ്റി അറിഞ്ഞുകൊണ്ട്, വാസ്തവം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അനസ് മാധ്യമപ്രവർത്തകനായി ഗസയിൽ ജീവിക്കാൻ തീരുമാനിച്ചത്. എല്ലാത്തിനുമുപരി താൻ മനുഷ്യനാണ് എന്നും തന്റെ കടമ എന്ത് എന്നും തിരിച്ചറിഞ്ഞ അനസ് അൽ ജസീറയുടെ 5 മാധ്യമപ്രവർത്തകരെ അവരുടെ റിപ്പോർട്ടിംഗ് നടക്കുന്ന ടെന്റ് ലക്ഷ്യമാക്കി ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. യുദ്ധക്കുറ്റവാളി എന്ന് ലോകം വിളിക്കുന്ന നെതന്യാഹുവിന്റെ അനുയായികളായ IDFന്റെ ഏറ്റവും ഒടുവിലത്തെ ടാർഗറ്റ്. ഗസയിലെ അൽ ഷിഫ ആശുപത്രിക്ക് പുറത്തുള്ള മീഡിയ ടെന്റ് ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആ ആക്രമണം. ആ ആക്രമണത്തിലാണ് അനസ് അൽ ഷെരീഫ് അടക്കം 5 പേർ കൊല്ലപ്പെട്ടത്. 5 പേരും അൽ ജസീറയിലെ മാധ്യമപ്രവർത്തകരാണ് എന്ന് സ്ഥാപനം സ്ഥിരീകരിച്ചു. അനസ് അൽ ഷെരീഫിനെ കൂടാതെ റിപ്പോർട്ടർ മുഹമ്മദ് ഖ്രൈഖ്, ക്യാമറാമാൻമാരായ ഇബ്രാഹിം സഹർ, മുഹമ്മദ് നൌഫൽ, മോ അമൻ അലീവ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. രാജ്യാന്തര മാധ്യമങ്ങളുടെ പ്രവേശനം കർശനമായി പരിമിതപ്പെടുത്തിയിരുന്ന ഗാസയിലെ യാഥാർത്ഥ്യങ്ങൾ പുറംലോകത്തെ അറിയിച്ചതിനാണ് ഇസ്രായേൽ മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയത് എന്ന് അൽ ജസീറ ആരോപിച്ചു. എന്നാൽ ഇസ്രായേൽ സേന തങ്ങളുടെ മനുഷ്യത്വ വിരുദ്ധതയുടെ ആഴം വ്യക്തമാക്കുന്ന പ്രതികരണമാണ് ഇതിനോട് നടത്തിയത്. ഗസയിൽ മുഴുവൻ ഭീകരവാദികളാണ് എന്ന അവരുടെ വാദം ഇവിടെയും ആവർത്തിച്ചു. പ്രസ് ബാഡ്ജ് ഭീകരതയ്ക്കുള്ള കവചമല്ല എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞത്, IDF പറഞ്ഞത്. ഹമാസ് പ്രവർത്തകരെ മാധ്യമപ്രവർത്തകരാക്കി ചിത്രീകരിക്കുകയാണ് അൽ ജസീറ ചെയ്യുന്നത്. അനസ് അൽ ഷെരീഫ് ഹമാസ് പ്രവർത്തകനാണ്, മാധ്യമപ്രവർത്തകനായി നടിക്കുകയായിരുന്നു. ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്ന സംഘത്തിന്റെ തലവനാണ് ഷെരീഫ് എന്നും ഇസ്രായേൽ ആരോപിച്ചു. എന്താല്ലേ, പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്നവരുടെ സംഘം, അതിന്റെ മുൻപന്തിയിൽ അനസ് എന്ന്. കൊലപാതകത്തിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് ഗസയിലെ ഇസ്രായേലിന്റെ ക്രൂരതകൾ പുറം ലോകത്തെ അറിയിച്ചുകൊണ്ടിരുന്നു എന്നതാണ്. ഗസയിൽ സകല നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിട്ടും, പട്ടിണി കൂടാരമാക്കി മാറ്റിയിട്ടും, പുറത്തുവരുന്ന വാർത്തകളും ദൃശ്യങ്ങളും